പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വചനം ഇതാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വചനം. ഗലാത്യർ 5:25 വചനം ഇതാണ്: നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഡിവൈനിൽ വെച്ച് ഒരമ്മയെ കണ്ടു. അമ്മ ഇന്നലെ അവിടെ വന്നതാണ്, ഇന്ന് മുതൽ ആരംഭിക്കുന്ന ധ്യാനം കൂടാൻ. അപ്പോൾ എന്നെ കണ്ട് ഓടി വന്നിട്ട്, ഒരു പക്ഷേ അവിടെ വെച്ച് അവരെന്നെ കണ്ടിട്ടുണ്ടാകാം, ഞാനത്ര ഓർക്കുന്നില്ല. ഈ അമ്മ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇതാണ്: അച്ഛാ, ഇത് എൻ്റെ 72-ാമത്തെ ധ്യാനമാണ്. എത്ര? ഡിവൈനിൽ 72-ാമത്തെ ധ്യാനം. ഡിവൈൻ തുടങ്ങിയിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 ധ്യാനത്തിൽ കൂടുതൽ ഈ അമ്മ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഇതാണ്: അച്ഛാ, എത്രയോ പ്രാവശ്യം എൻ്റെ പേര് വിളിച്ച്, ഈ സ്റ്റേജിൽ നിന്ന് എൻ്റെ പേര് വിളിച്ച് അഭിഷേകം എന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ അമ്മ അടുത്ത് പറഞ്ഞ സെൻറ്റൻസ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ എൻ്റെ അഭിഷേകം എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ചോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളെല്ലാവരെയും ദൈവം അഭിഷേകം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അഭിഷേകത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഒരു പൗരോഹിതനാകുമ്പോൾ എന്നെ ഈശോ അഭിഷേകം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അഭിഷേകത്തിൻ്റെ തൊട്ടടുത്ത് ദൈവം ഒരു തിന്മയുടെ ശക്തിയെ അനുവദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ തൊട്ടടുത്ത് ആ അഭിഷേകത്തെ തോൽപ്പിക്കാൻ ഒരു തിന്മയുടെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ ഏറ്റവും നല്ല ഒരു വചനഭാഗം ഇതാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കി നിൽക്കും? നമ്മുടെ പ്രശ്നം ഇതാണ്: നമ്മൾ അധികം പേരും നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തുറന്നിറങ്ങിയ അഭിഷേകത്തിലേക്കല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നോക്കുന്നത് പുറത്തു നിൽക്കുന്ന തിന്മയുടെ ശക്തിയിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ഒരു കാര്യം ഓർക്കുക, എവിടെയെല്ലാം ദൈവം സ്വർഗം തുറന്ന് അഭിഷേകം ഇറക്കുന്നുണ്ടോ, എവിടെയെല്ലാം ദൈവം സ്വർഗം തുറന്ന് അഭിഷേകം ഇറക്കുന്നുണ്ടോ, ആരുടെ മേലെല്ലാം ദൈവം സ്വർഗം തുറന്ന് അഭിഷേകം ഇറക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിന്റെ തൊട്ടടുത്ത് അവരെ തൊടാൻ പാകത്തിന് ദൈവം ഒരു തിന്മയുടെ ശക്തിയെ അനുവദിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ എടുക്കുക. 1 സാമുവേൽ 16-ാം അധ്യായം. നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. 1 സാമുവേൽ 16-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 16-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. നമ്മൾ ഇവിടെ കാണുന്നു ദാവീദിന്റെ അഭിഷേകം. ഓർക്കുക, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുക. ഇവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്, ദാവീദിന്റെ മേൽ അഭിഷേകം നടത്തുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14-ാമത്തെ വചനം ഇങ്ങനെയാണ്: അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളണം, ആവസിച്ചു എന്നതിന്റെ കൃത്യമായ ബൈബിൾ വേർഷൻ എന്നത് അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിനെ പൊതിഞ്ഞു പിടിച്ചു. അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിനെ പൊതിഞ്ഞു പിടിച്ചു.
ദാവീദിന്റെ മേൽ ഒരു കവറിങ് പോലെ കർത്താവിന്റെ ആത്മാവ് വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ വായിക്കണം. നമ്മൾ ശ്രദ്ധയോടെ ഇന്ന് പിടിച്ചെന്നിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ കർത്താവിന്റെ ആത്മാവ് ദാവീദിനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അടുത്ത വചനമാണ് ശ്രദ്ധയോടെ വായിക്കേണ്ടത്. അടുത്ത വചനം വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു വചനം. ആ വചനം ഇതാണ്: കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, അവിടുന്ന് അയച്ച ഒരു ദൂതൻ അവന് ഒരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു, അവനെ പീഡിപ്പിച്ചു. ഹല്ലേലൂയ. ആ വചനം ശ്രദ്ധിക്കുക. ആദ്യത്തെ വചനം എന്താ? കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ആവസിച്ചു എന്ന വചനം 14. 15 കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അടുത്ത വചനം കർത്താവ് അയച്ച ഒരു ദുരാത്മാവ്. ശ്രദ്ധിക്കുക, ഈ വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു. ചോദ്യം എന്താ? കർത്താവ് ദുരാത്മാവിനെ അയക്കുമോ? അല്ലേ? കർത്താവ് ദുരാത്മാവിനെ അയക്കുമോ? അവിടെ കൃത്യമായി നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ അവിടെ ഗോഡ് അലൗഡ് ദ ഈവിൾ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയച്ചു എന്നതിനർത്ഥം ദൈവം അനുവദിച്ചു എന്നാണ്. എന്താണ് ആ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ ശക്തിയുടെ കീഴിലെ ദുരാത്മാവ് നിൽക്കുന്നുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ശക്തിയുടെ കീഴിലെ, ദൈവാത്മാവിന്റെ കീഴിലെ ദുരാത്മാവിന് ശക്തിയുള്ളൂ. ഹല്ലേലൂയ. വലതുകര ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ ഈ ധ്യാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ കൺവെൻഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ ചങ്കിന്റെ അകത്ത് നമ്മൾ ഉറപ്പിക്കുക, നമ്മുടെ അഭിഷേകത്തിന്റെ മേലല്ല ദുരാത്മാവിന്റെ ശക്തി, നമ്മുടെ അഭിഷേകത്തിന്റെ കീഴിലാണ്. എന്നാൽ വചനം പറയുന്നു, തൊട്ടടുത്ത വചനം 14-ാമത്തെ വചനം, ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചു എന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത് സാവൂളിനെ വിട്ട് ദൈവത്തിന്റെ ആത്മാവ് പോയി. എന്ത് സംഭവിച്ചു? ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ അഭിഷേകത്തിന്റെ തൊട്ടടുത്ത്, നമ്മുടെ അഭിഷേകത്തെ വെല്ലുവിളിക്കാൻ പാകത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ അഭിഷേകത്തെ അസ്വസ്ഥപ്പെടുത്താൻ പാകത്തിന് ചില ദുരാത്മാവ് ദൈവം അനുവദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? എന്താണ് അഭിഷേകമുള്ള വ്യക്തി ചെയ്യേണ്ടത്? അഭിഷേകമുള്ള വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? ഇതാ നമ്മൾ വായിക്കുന്നു 23-ാമത്തെ വചനം. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോൾ ദാവീദ് കിന്നരം വായിക്കും. അതിനാൽ അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു സ്തുതിപ്പിനെ കുറിച്ച്. ഓർക്കുക, ഒരാളില് ദുരാത്മാവ് വരുന്നു. ദുരാത്മാവ് വരുമ്പോൾ ദാവീദ് ചെയ്ത പ്രവൃത്തി, കിന്നരമെടുത്ത് കിന്നരം വായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാറ്റ് മീൻസ് ദാവീദ് സാവൂളിന്റെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. ഇതാണ് ആത്മാവ് വഴി നടത്തുന്ന ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യം. വലതുകരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് തവണ ഈ അൾത്താര നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് തവണ നിങ്ങളെ ഈ അൾത്താര ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന വചനം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരി ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ മദ്യപിക്കുന്ന എൻ്റെ ഒരു ഭർത്താവ്, ഒരു പക്ഷെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, പ്രതീക്ഷിക്കാത്തത് എന്നത് നമുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ നടക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ചൊരു സംഭവം. ആ ചെറുപ്പക്കാരൻ അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും, ഈ ധ്യാന കേന്ദ്രവുമായിട്ട് അപ്പനും അമ്മയ്ക്കും വലിയൊരു ബന്ധവും കൂടിയുണ്ട്. അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും, അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അങ്ങനെ ചെറുപ്പം മുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞ്. ഇവൻ എന്നോട് പറഞ്ഞതാണ്, ഇവൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്നു. ഇവൻ പറഞ്ഞൊരു സംഭവം ഇതാണ്. ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിഷേകം തിരിച്ചറിഞ്ഞത് ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ആവൃത്തിക്കുള്ളിലല്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ അഭിഷേകം ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയമുണ്ട്. നിന്റെ അഭിഷേകം തിരിച്ചറിയേണ്ടത് ധ്യാന കേന്ദ്രത്തിൻ്റെ സ്തുതിപ്പിൻ്റെ നിമിഷങ്ങളിലല്ല. നിന്റെ അഭിഷേകം തിരിച്ചറിയേണ്ട ചില ഇടങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഈ ചെറുപ്പക്കാരൻ പറയുക, ഞാൻ പഠിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിലുള്ള ഒരു കോളേജിലെത്തി. ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു അഡ്മിഷൻ. അങ്ങനെ കോളേജിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡോർമെട്രിയാണ്. 6 പേര് താമസിക്കുന്ന, 6 യുവാക്കൾ താമസിക്കുന്ന ഒരു ഡോർമെട്രിയിൽ എന്നെയും ആ ഡോർമെട്രിയിലേക്ക് താമസിക്കുവാൻ വേണ്ടി വിട്ടു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യം ഇതാണ്. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നത്, അച്ഛാ, ആദ്യത്തെ ദിവസം അപ്പോൾ ഒരു ബെഡ്, ഒരു ടേബിള്, ഒരു ചെറിയ സ്ക്രീൻ, അങ്ങനെ 6 പേര് താമസിക്കുന്ന ഡോർമെട്രി. ഇവൻ പറയുകയാണ്, അച്ഛാ, ഞാൻ ചെന്ന ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ്, ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ റൂമിൽ വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാ. എൻ്റെ 5 കൂട്ടുകാര് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ച് മോശം ചിത്രങ്ങൾ കാണുന്നു. മോശം ചിത്രങ്ങൾ കണ്ട് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ആ സ്വരം, ആ മോശം ചിത്രത്തിൻ്റെ സ്വരവും അതെല്ലാം വല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്തു. അവരെന്നെ നിർബന്ധിച്ചു. ഞാൻ കട്ടിലിൽ കയർന്ന് കമിഴ്ന്നടിച്ച് കിടന്നു. ഈ സ്വരം കേൾക്കാതിരിക്കാൻ ഞാൻ കാതുകൾ പൊത്തി അടച്ചു. പക്ഷേ എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചു. ഞാൻ തീരുമാനമെടുത്തു. എന്താ തീരുമാനം എന്നറിയാവോ? ഒരുപാട് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ഞാൻ എത്തിയ ആ കോഴ്സ്, ആ പഠനം ഉപേക്ഷിക്കാൻ. എനിക്ക് ആ ഒരു തിന്മയുടെ സുഖം വേണ്ട. അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മയെ. അമ്മ കുറേ നേരം എന്നോട് വചനം സംസാരിച്ചു. അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം, എൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകം വരുന്നൊരു ഫീല് എനിക്ക് വന്നു വെച്ചാ. ഹല്ലേലൂയ, വലതുകരം ഉയർത്തി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. എന്നിട്ട് ഇവൻ പറയുക, അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ മുറിയിൽ ചെന്നു. എനിക്കതുവരെയും കൊണ്ടുപോയ ബാഗ് പോലും തുറക്കാൻ പറ്റിയില്ല. അന്ന് അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയൊരു ബാഗ് തുറന്ന് എൻ്റെ ബൈബിളും ഒരു ചെറിയ ക്രൂസ് രൂപവും ഞാനെടുത്ത് ടേബിളിൽ വച്ചിട്ട് ഞാൻ എൻ്റെ 5 സുഹൃത്തുക്കൾ, എൻ്റെ റൂംമേറ്റ്സ് അപ്പുറത്തിരുന്ന് ബിയർ കഴിച്ച്
അവർ ചീത്ത സിനിമ കാണുമ്പോൾ ഇപ്പുറത്ത് തൊട്ടടുത്ത് ഞാൻ മുട്ടിന്മേൽ നിന്ന് ബൈബിൾ എടുത്ത് ഞാൻ കുരിശ് ആ ടേബിളിൽ വെച്ച് ഞാൻ കൊന്തയെടുത്ത് കരുണക്കൊന്തയെല്ലാം തുടങ്ങി. അച്ഛോ, എൻ്റെ കൂട്ടുകാര്, എൻ്റെ റൂംമേറ്റ്സ് എന്നോട് ചെയ്തത് എന്താണെന്നറിയാവോ? അവർ ബിയർ കുപ്പിയുടെ ടോപ്പ് അവർ മാറ്റിയിട്ട് എൻ്റെ തലയിൽ അത് ഒഴിച്ചു. ബിയർ കുപ്പി എൻ്റെ തലയിൽ അത് ഒഴിച്ചു. എന്നെ അവർ ചുറ്റും നിന്ന് കളിയാക്കി. പക്ഷേ അച്ഛോ, ആ സമയത്താണ് എൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു തീ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചത്. അച്ഛോ, ചുരുക്കി ഞാൻ പറയാം, ഇതാ അടുത്ത 10 ദിവസത്തിനപ്പുറത്ത് നടക്കുന്ന കാര്യം. ആ അഞ്ചു കൂട്ടുകാര് ആ റൂമിൽ വെച്ച് മദ്യപിക്കാതെയായി, ചീത്ത സിനിമ കാണാതെയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീർന്നില്ല. അടുത്ത 4 മാസത്തിനപ്പുറത്ത് 15 ദിവസത്തെ അവധിക്ക് അവർ വരുമ്പോൾ ഈ 5 കൂട്ടുകാര് ഈ ചെറുപ്പക്കാരനോടൊപ്പം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നു. ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പവർ റിട്രീറ്റിൽ ഇവർ പങ്കെടുക്കുന്നു. ഇന്ന് ഈ 6 പിള്ളേരും അവരുടെ ജോലിയോടൊപ്പം ഈശോയെ പ്രഘോഷിക്കുന്നവരായിട്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അഭിഷേകത്തിന്റെ തൊട്ടടുത്തൊരു പ്രശ്നമുണ്ട്. ഒരു തിന്മയുടെ അരൂപി അനുവദിക്കുന്നുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ രോഗമാകാം, അത് നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നമാകാം, നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിന്റെ കുടുംബത്തിലെ ഒരു പ്രശ്നമാകാം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നീ ആത്മാവിൽ വ്യാപരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ അഭിഷേകം നിനക്ക് വരണമെങ്കിൽ, ആ പ്രശ്നത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് വരണമെങ്കിൽ നീ ആ പ്രശ്നത്തിനടുത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.